ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഗാർഡനിങ്ങും അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇന്ന് ആദ്യത്തെ ജോലി, ട്രിപ്പ് പോയി വന്നപ്പോൾ കുറച്ച് ചട്ടി വാങ്ങി വന്നിരുന്നു, 2 ചട്ടി. അപ്പോൾ അതൊന്ന് മയക്കിയെടുക്കണം. അത് സാധാരണ ഞാൻ തലേ ദിവസം വെള്ളത്തിലിടാറുണ്ട്. ഇന്നിപ്പോൾ ഇതാ രാവിലെ ഉണ്ട് വെള്ളത്തിലിടുന്നത്. ഒരു 4 മണിക്കൂർ ഒക്കെ വെള്ളത്തിലിട്ടു. നമ്മളിങ്ങനെ ചട്ടി നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്. ആ വെള്ളം കുടിക്കൽ നിൽക്കുന്ന വരെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. നല്ല മണ്ണിൻ്റെ മണം വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്. ഈ കുടിക്കൽ കഴിയണം കേട്ടോ. ഞാൻ ഓട്ടട ഉണ്ടാക്കുന്ന ചട്ടി എല്ലാവരും ചോദിക്കാറുണ്ട് എവിടുന്നാണ് വാങ്ങിയതെന്ന്. അത് ചപ്പാത്തി ഉണ്ടാക്കണ പാന് പോലത്തെ ചട്ടിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഹാൻഡിലൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ സ്ക്രാച്ച് വന്നു, എങ്ങനെയോ തട്ടിപ്പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ചട്ടി ഇങ്ങനെ അതേ ചട്ടി തന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ അതേ ചട്ടി എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ അത് തന്നെ വാങ്ങണമെന്ന് ആഗ്രഹം. അപ്പോൾ വേറെ ഒരു ടൈപ്പ് പത്തിരിച്ചട്ടി കേട്ടോ വാങ്ങിയത്. നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്ന ചട്ടി, നമ്മളെ മലപ്പുറംകാരെ ചട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് കുഴിയുള്ള ചട്ടിയാണ്. അപ്പോൾ ഓട്ടടൻ്റെ നടുഭാഗം കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ അതിവിടെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പരന്ന സർഫസുള്ള ചട്ടി നോക്കി നടക്കുന്നുണ്ട്. പല ഭാഗത്തേക്ക് പല ഐറ്റം ചട്ടിയാണല്ലോ. കാസർകോട്ടെ ഓട്ടട ഓട് എന്ന് പറയും. അത് വേറൊരു ടൈപ്പാട്ടോ, എൻ്റർലി ഡിഫറെൻ്റാണ്. അപ്പോൾ ഇത് വേറൊരു ടൈപ്പ്. ഇത് തീരെ കുഴിയില്ല കേട്ടോ, പരന്ന സർഫസ്, നമുക്ക് ചപ്പാത്തി ചുടാനും ഒക്കെ നല്ല സുഖമായിരിക്കും. അപ്പോൾ ഇതാട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ പിന്നെ അപ്പത്തിൻ്റെ നടുഭാഗം കട്ടിയുണ്ടാവില്ലല്ലോ. അപ്പോൾ നിന്നിപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കഴുകി വെള്ളം ഞാൻ എടുത്ത് വെച്ചതാട്ടോ. അത് ചുടുവെള്ളത്തിൽ കഴുകിയപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ചോറ് തളിച്ചിട്ട് അതിന് കഞ്ഞിവെള്ളം എടുത്തിട്ട് അത് മുക്കി വെക്കാനും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ തിളപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ. അപ്പം ഇനിയിപ്പോൾ തിളച്ച് ഒരു 8-10 മിനിറ്റ് തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പപ്പടം വറുത്ത വെളിച്ചെണ്ണ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാറിയതല്ലാത്തത് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിച്ച ഓയിലായാലും കുഴപ്പമില്ല. ഇറച്ചി മീനൊന്നും വറുത്തതൊന്നും എടുക്കണ്ട. ഇതുപോലെ വല്ല പപ്പടം വറുത്തതോ പൂരി വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അത് നല്ലോണം തിളക്കട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ പച്ചക്കറിയൊക്കെ അരിയാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ മോൻ വന്ന് ചോദിക്കുന്നത് എന്തിനാമ്മ ചട്ടി എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അവന് എല്ലാ കാര്യങ്ങളും അറിയണം. സ്കൂളില്ലാത്ത കാരണം വേറെ പണിയൊന്നുമില്ലല്ലോ, എൻ്റെ കൂടെ അങ്ങനെ നടക്കുക, ഞാനെന്താ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, അതാണിപ്പോൾ അവൻ്റെ പണി. അപ്പോൾ ഇപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. മോൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാനിപ്പോൾ ഒരു പാരൻറ്റിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, മൈൻഡ് ടു എന്ന് പറഞ്ഞിട്ട്. നല്ല ക്ലാസ്സാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല എന്താ പറയുക, നമ്മൾ എങ്ങനത്തെ പാരൻ്റ് ആവണമെന്നോ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പാരൻ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനും, നമുക്ക് എന്തൊക്കെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്താനൊക്കെ നമുക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നല്ലതാണ്. നമ്മൾ വിചാരിക്കും എൻ്റെ മോനിപ്പോൾ വലിയ കുട്ടിയായി, മോള് വലിയ കുട്ടിയായി, ഇത്രയും കാലം മക്കളൊക്കെ വളർത്തിയില്ല, ഇനിയിപ്പോൾ പാരൻറ്റിങ്ങിനെ പറ്റി എന്താ പഠിക്കാനുള്ളത്. മനുഷ്യന് എത്ര പ്രായമായാലും പഠിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ഓരോ കാലത്തും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ എത്ര വിവരമുള്ള ആളാണെന്ന് പറഞ്ഞാലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും പറയാറ്, ഏത് ചെറിയ കുട്ടിയാണെങ്കിലും പറയുന്നതിൽ കാര്യം ഉണ്ടെങ്കിൽ നമ്മളെടുക്കണം. അതേ പറഞ്ഞ പോലെ നമുക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടാണ് ഞാൻ എടുത്ത നല്ലൊരു തീരുമാനം. അതിനേക്കാളും നല്ലത് എനിക്ക് എൻ്റെ ഫ്രണ്ട് ചെയ്തു തന്ന നല്ലൊരു ഉപകാരം എന്ന് പറയാം. ഞാനെപ്പോഴും അവളിങ്ങനെയൊക്കെ അതിനെപ്പറ്റി എന്നോട് പറയുമ്പോൾ, ക്ലാസ്സിനെ പറ്റി പറഞ്ഞ് എനിക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ടൈമിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെയെന്ന് പറയുന്നു കേട്ടോ. പിന്നെ അവൾ തന്നെ ലുബന എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. അവൾ തന്നെ എന്നതിൽ ചേർത്ത് വിടുക ചെയ്തത്. അവൾക്ക് ഒന്ന് വിളിച്ച് നന്ദി പറയണമെന്ന് ഞാൻ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവളത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവളായിട്ട് ചേർത്ത് വിട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ അതിലെത്തൂല. ഞാൻ ഈ വർഷത്തിലെടുത്ത നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടോ, നല്ലൊരു കാര്യമായിട്ട് തോന്നി. നല്ല ക്ലാസ്, അടിപൊളി ക്ലാസ്. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഒരു പാരൻ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും ഒക്കെ അതിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവർ
പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ വേറെ ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് വേറെ ക്ലാസ്സുകൾക്കൊക്കെ ചേരണം എന്നാണ് വിചാരിക്കുന്നത്. മോനെ ഓൺലൈൻ മദ്രസയിലും ഞാനതിൽ ചേർത്തിട്ടുണ്ട്. ക്ലാസ് തുടങ്ങിയിട്ടില്ല. ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ സംസാരത്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആർക്കെങ്കിലുമൊക്കെ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം കേട്ടോ. നമുക്ക് ചേരണമെങ്കിൽ ചേരാം. അപ്പോൾ അതാ ചട്ടിയിൽ കിടന്ന് സംസാരത്തിൻ്റെ ഇടയിൽ കൂടി പച്ചക്കറി അരിയും ഒക്കെ കഴിഞ്ഞു. കഞ്ഞിവെള്ളം നല്ലോണം തിളച്ചു. ഇന്ന് ചോറ് വെച്ച കഞ്ഞിവെള്ളത്തിൽ കൂടെ ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിൽ ഞാൻ 2 ചട്ടി മുക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം എടുത്ത് കഴുകി ഉണക്കി ഉപയോഗിക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ റീപോട്ടിങ്ങും പുതിയ ചെടി വെക്കലൊക്കെ കുറച്ചൊക്കെ പണി കഴിഞ്ഞു. ഇനി കുറേശ്ശെ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ ജോലികളും നടക്കണം, പിന്നെ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് നടക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കൊലായിൽ നമ്മളെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഫിലോഡൻഡ്രോൺ സാനഡു എന്ന് പറഞ്ഞ പ്ലാന്റ്, വലിയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഒരുപാടായി അത് റീപോർട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് റീപോർട്ട് ചെയ്തിട്ട് 3 വലിയ തൈകളായിരുന്നു. അത് 3 പോട്ടാക്കി. പിന്നെ ഒരു പോട്ട് സിറ്റ് ഔട്ടിൽ തന്നെ കൊണ്ടുവെക്കണം. ബാക്കി 2 ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തു. അത് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. ഇനിയിപ്പോൾ അഗ്ലോണിമെൻ്റെ പോട്ടിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, മണ്ണ് ഇങ്ങനെ കുറഞ്ഞു വരും. പ്രത്യേകിച്ച് നമ്മൾ ചകിരിച്ചോറ് ചേർത്ത മണ്ണാവുമ്പോൾ അതിങ്ങനെ ചുരുങ്ങി വരും കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കുറച്ച്. അപ്പോൾ ഫില്ല് ചെയ്യുന്ന മണ്ണിൽ എല്ലുപൊടി ചേർത്തിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് വരട്ടെ. പിന്നെ പോട്ടുകളൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കാം, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരമാണ് ഇപ്പോൾ സമയം, 4:30 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങോട്ട് ഈ ഒരു സമയത്ത് ഇവിടെ വെയിലുണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ പോക്ക് വെയിൽ എന്ന് പറയുമല്ലോ, എന്താ പടിഞ്ഞാറൻ വെയിൽ, ആ വെയിലാണ് കേട്ടോ വരിക. നല്ലതാണിത് കൊണ്ടാൽ. വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ഈ സമയത്തത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വെയിലുണ്ടാവും കേട്ടോ. ആ വെയിലിൻ്റെ ഒരു പ്രകാശത്തിൽ ഉള്ളൊരു സീനാണ് കേട്ടോ അത്. ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ഷെയ്ഡ് മിക്സ് ചെയ്തൊരു വെളിച്ചല്ലേ. അപ്പോൾ ആ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വന്നാട്ടോ. ഗ്ലൗസ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ പിന്നെ കൈ വാഷ് ചെയ്ത് നന്നാക്കൽ വലിയൊരു പണിയാണ്. നഖത്തിൻ്റെ ഇടയിലൊക്കെ മണ്ണ് കയറും. അപ്പോൾ പിന്നെ അത് ഒരു എന്താ പറയുക, കഴുകി നന്നാക്കിയാലും നമുക്കൊരു വൃത്തി തോന്നില്ല. അപ്പോൾ പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് വന്ന് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അല്ലേ. എനിക്ക് ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ ചെടികൾ എന്നുള്ളതല്ല, എനിക്ക് പച്ചപ്പുള്ള ഏതൊരു അന്തരീക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മുടെ ഈ ആമസോൺ കാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ മോൺസ്റ്റർ പ്ലാന്റ്, അതുപോലത്തെ വലിയ ഈ കലാത്തിയ ഒക്കെ ഇങ്ങനെ നിന്നിട്ടുള്ള കാടുകളുണ്ടല്ലോ. നമ്മളവിടെ ഒന്നുമില്ല, നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കാണാനൊക്കെ അവസരം കിട്ടുമെന്ന് വിചാരിക്കുക. നമ്മൾ ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ കാണാം. ഈ ചില ഇംഗ്ലീഷുകാരുടെ ഒക്കെ ചാനൽ കാണുമ്പോൾ അവരെ ഗാർഡന് മിക്കവാറും അങ്ങനത്തെ പ്ലാന്റ്സുകളായിരിക്കും. പൂക്കളോ വേറുള്ളതൊന്നും ആയിരിക്കില്ല കൂടുതൽ. പല ഷേപ്പിലും പല വർണ്ണത്തിലുള്ള ലീഫുകളുള്ള പ്ലാന്റ്സ്, നല്ല ലീഫി പ്ലാന്റ്സ് ആണ് കേട്ടോ അവർ കൂടുതലായിട്ട് വളർത്തുക. ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലൊക്കെ നല്ല ഭംഗിയുള്ള ഇലകളുള്ള ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇൻഡോറിൽ സർവൈവ് ചെയ്യുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ, ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ വീടിൻ്റെ ഉള്ളിലും അങ്ങനെ എല്ലാ പ്ലാന്റ്സും ഉണ്ടായിക്കോണമെന്നില്ല കേട്ടോ. ചില പ്ലാന്റ്സിന് അതിൽ പെട്ട ഒരു പ്ലാന്റ് ആയിരുന്നു ഫിഡിലി ഫിങ്ക്. പക്ഷെ ഇതുവരെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് അതേപോലെ നന്നായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി നല്ലൊരു പ്ലാന്റ് കിട്ടുമ്പോൾ വാങ്ങി വെക്കണം എന്നൊക്കെ വിചാരിക്കണം. അതൊന്ന് റീപോർട്ട് ചെയ്ത് വെച്ച് നോക്കണം എന്നൊക്കെ വിചാരിക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ സെറ്റ് ഔട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു മോൺസ്റ്റർ പ്ലാന്റ് ഉണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലാന്റ് എന്ന് തന്നെ പറയാം കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് സാനഡും ഒക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ മോൺസ്റ്ററിനോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. മോൺസ്റ്റർ അഡൻസോണി അല്ല കേട്ടോ, അല്ലാത്ത വലിയ ലീഫുള്ള മോൺസ്റ്റർ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഒരു പ്രത്യേക ലീഫുള്ളൊരു, നമ്മൾ കണ്ടാൽ തോന്നും നമുക്ക് കറിവേപ്പിൻ്റെ ഇലയാണെന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷെ കറിവേപ്പിൻ്റെ ഇലയല്ല, അത് ഒരു പ്ലാന്റാണ്. ഇൻഡോർ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ നഴ്സറിക്കാർ നമ്മളോട് ഇൻഡോർ ആണെന്ന് പറഞ്ഞാലും അത്ര ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആണ് വേണ്ടതെന്ന് പറയുമ്പോൾ അവർ ഇത് ഇൻഡോർ ആണെന്ന് പറയും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ചില ആൾക്കാർക്ക്.
ഇത് ഫിലാന്തസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. അത് ഞാനിപ്പോൾ ഫോൺ എടുത്ത് നോക്കിയിരുന്നു, ഞാൻ ചെക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. ഇൻഡോറാണ് പറഞ്ഞാൽ എനിക്ക് തന്നത്. ഞാൻ പ്ലാന്റിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ വാങ്ങുകയും ചെയ്തു. നോക്കട്ടെ, ഇൻഡോർ ആണെങ്കിൽ അകത്ത് വെക്കണം എന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാന്റ് രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഉറങ്ങിയ പോലെ ഇങ്ങനെ കൂടി നിൽക്കും, പകലാകുമ്പോൾ ഇങ്ങനെ വരികയും ചെയ്യും കേട്ടോ. നമ്മൾ കിഴാർ നെല്ലിക്ക ഉണ്ടാവുമല്ലോ, ലീഫിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നെല്ലി പോലത്തെ സാധനം വരിക, അതേപോലെ ഇതിന് ഫ്ലവർ ഉണ്ട് കേട്ടോ. ചെറിയ മുട്ടുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അതൊരു മഞ്ഞ കളറായിട്ട് തോന്നുന്നുണ്ട് ഫ്ലവർ വരും കേട്ടോ. നമ്മുടെ ബേർഡ് നെസ്റ്റ് ഫോൺ ഇതാ എത്ര മേലെ കൂടി നനച്ചു കൊടുത്താലും പൊടി പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ലീഫൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. ഇടയ്ക്കൊന്ന് നമ്മൾ തുടച്ച് വൃത്തിയാക്കി, തുടക്കുന്ന വെള്ളത്തിൽ കുറച്ച് വേപ്പിൻ്റെ എണ്ണയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. ഫംഗസും പുഴുക്കളൊക്കെ വരുന്നതിന്, പ്രാണികളൊക്കെ വരുന്നതിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ വേപ്പെണ്ണ ഒന്നും ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ തുടക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പൊടി കണ്ടപ്പോൾ അങ്ങനെ തുടച്ച് വിട്ടുവെന്നേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡബിൾ പോട്ടായിരുന്നു. അപ്പോൾ പോട്ടിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ നിന്നിട്ടുള്ള കളറാണ് കേട്ടോ, അല്ലാത്ത മണ്ണ ഒഴുക്കൊന്നുമില്ല. അതാണ് പിന്നെ കഴുകണ്ട തുടക്കാമെന്ന് വിചാരിച്ചത്. മണ്ണൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ കഴുകി വിട്ടാൽ തന്നെ ശരിയാവുള്ളൂ. ഇതാ പോട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള ആ ഒരു വെള്ള കളറാട്ടോ. നമ്മളെ കിളിക്കൂട്ടിക്ക് ആളെത്തിയിട്ടില്ല കേട്ടോ, ആളെ കിട്ടിയിട്ടില്ല. പെയിൻ്റ് അടിച്ചിട്ട് വേണം വാങ്ങാൻ, അതാ വാങ്ങാത്തത്. പിന്നെ ട്രേ ഒക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ വൃത്തിയാക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് നല്ല അടിപൊളിയാക്കണം. പിന്നെ ഇന്നിപ്പോൾ സൺഡേ ആയ കാരണം പെയിൻ്റൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പെയിൻറ്റ് വാങ്ങിയിട്ട് വേണം ഇനി അത് പെയിൻ്റ് അടിച്ച് കുറച്ച് ദിവസം വെക്കേണ്ടി വരും. പെയിൻറ്റിൻ്റെ സ്മെല്ലൊക്കെ പോയിൻ്റെ ശേഷം കിളീനെ കൊണ്ടുവന്ന് ആക്കാൻ പറ്റുള്ളൂ. മറ്റേത് കിളി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിളിക്ക് പറ്റുണ്ടാവില്ല പെയിൻറ്റിൻ്റെ സ്മെല്ല് വരുമ്പോൾ. ഇതിലൊക്കെ കുറച്ചും കൂടി മണ്ണ് ഫില്ല് ചെയ്യണം കേട്ടോ. ഞാൻ അപ്പോൾ പിന്നെ അങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. ആക്കത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാട്ടോ. ഇതാണ് നമ്മുടെ ചാമ്പ. 2 ചാമ്പ ഒരുമിച്ച് നിൽക്കുന്നത്, നിറച്ച് കായ്ച്ചിട്ടുണ്ട് കേട്ടോ, നിറയെ കായാണ്. പക്ഷെ എന്താ ചെയ്യുക, കുറച്ചും കൂടി വലിപ്പമാകുമ്പോൾ നല്ല സൈസാവും കേട്ടോ. അത് ഒരു 2 ചാമ്പ കഴിച്ചാൽ തന്നെ വയറ് നിറയും. ഇതൊന്നും ഇപ്പോൾ സൈസായിട്ടില്ല, അത് മാത്രമല്ല കളർ പോലും മാറിയിട്ടില്ല. ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ, ഒന്ന് റെഡുമാണ്. പക്ഷെ അപ്പോക്കിന് എന്നെ പുഴു വരികയാണ് കേട്ടോ. മഴ പെയ്തില്ലെങ്കിൽ പുഴു ഉണ്ടാവില്ല. മറ്റുള്ള മുറ്റത്തിൽ അമ്പലക്കുളത്തിൽ നല്ല കളിയാട്ടോ, വെള്ളമൊക്കെ കലക്കി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയായിരുന്നു മീനിൻ്റെ തീറ്റിട്ട് കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറയായിരുന്നു. നല്ലോണം മീനുകളെ കൊണ്ടുവന്നിട്ട് ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഫിഷ് ടാങ്കിലുള്ള വിഡോ ഫിഷിനെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനിപ്പോൾ കാണില്ല കേട്ടോ. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണത്. ഒരു 5-6 ജോഡി ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ കിങ് ഫിഷർ ഉണ്ടല്ലോ, പൊന്മ, അത് പിടിച്ച് പോയിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വരും. ഇങ്ങനെ കിട്ടാതെ വരൂലല്ലോ അപ്പോൾ മീൻ. നമ്മൾ വലിയ മീനൊന്നും കിട്ടൂല കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഗപ്പിക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ നല്ല തെളിഞ്ഞ് കാണുന്നതാട്ടോ. പക്ഷെ അവന് വെള്ളം കലക്കിയ കാരണം ശരിക്കും കാണുന്നില്ല. കോയി ഫിഷും അങ്ങനെ ഒരുപാട് ഫിഷ് ഉണ്ട്. കാക്ക എവിടെ കണ്ടാലും വാങ്ങി കൊണ്ടുവന്നിടും കേട്ടോ. നല്ല വെള്ളം തെളിഞ്ഞിട്ട് നല്ല ഭംഗിയിൽ കാണാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ അവൻ വെള്ളമൊക്കെ കലക്കി. അവനിപ്പോൾ ലക്ഷദ്വീപ് പോയി വന്നതിന് ശേഷം എവിടെ വെള്ളം കണ്ടാലും മീൻ പിടിക്കാൻ ചൂണ്ടലിടുക, വല എറിയുക, അങ്ങനത്തെ ഒക്കെ ഓരോ കളിയാണ് കേട്ടോ. അന്ന് ഞാൻ ചൂണ്ടൽ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനത് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. അവനറിയില്ലല്ലോ. അവൻ തീ കൊണ്ടുവന്ന് ഇട്ട ഒരു ദിവസം ഞാൻ കണ്ടു. ചൂണ്ടലിൽ മീൻ കൊത്തൂലേ, അവനറിയില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. അപ്പം ഞാൻ എടുത്ത് വെച്ചതാട്ടോ. അവിടെ അങ്ങനെ ആൾക്കാർ ചെയ്യണ കണ്ടതിന് ശേഷം അങ്ങനെ ഓരോ പരിപാടിയാണ് അവന്. ആമ്പൽ ഞാൻ റീപ്ലാന്റ് ചെയ്ത സമയത്ത് ആദ്യം ഇതിൽ തന്നെ മണ്ണിൽ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ പോട്ടിലാക്കി. ഒന്നുമല്ല, ആകെ ഇങ്ങോട്ട് പടർന്ന് ഈ ആമ്പലിൻ്റെ തൈമേൽ ഇങ്ങനെ വേസ്റ്റുകൾ കൂടി വേസ്റ്റ് മീൻസ് ഇത് വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നതാണല്ലോ ആമ്പലും താമരയൊക്കെ. അപ്പം ഇങ്ങനെ ആകെ നിറഞ്ഞു വന്നിരുന്നു. അപ്പം ഞാൻ ചട്ടിയിൽ വെച്ചതാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മോൺസ്റ്റർ പ്ലാന്റ്. എൻ്റെ പ്ലാന്റുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് എന്ന് പറയാം. ഇപ്പോഴത്തെ പുതിയൊരു ലീഫ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പുതിയ ലീഫ് ഫ്രഷായിട്ട് ഇങ്ങനെ വരുമ്പോഴുള്ള ആ ഒരു കളറും ആ ഒരു ഭംഗിയും ആ ഒരു ഇലൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. നിങ്ങൾ ആർക്കൊക്കെ ഈ ഒരു പ്ലാന്റ് ഫേവറേറ്റ് ആണെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കട്ടോ. ഈ പ്ലാന്റ് ഇപ്പോൾ 5 വർഷമായി. മോൻ ഇടയ്ക്ക് പോകുമ്പോൾ അങ്ങനെ തട്ടും, പക്ഷെ വലിയ കേടൊന്നും പറ്റാറില്ല. എന്നാലും ഞാൻ
എപ്പോഴും പറയും എൻ്റെ ചെടി മാത്രം തട്ടിപ്പോകരുത് എന്ന് പറയട്ടെ ഞാൻ. ആ സനഡു പ്ലാന്റ് തന്നെ പോകുമ്പോഴും വരുമ്പോഴും തട്ടി തട്ടി വെറുതെ കൈകൊണ്ട് തട്ടിയിട്ട് പോകും. അങ്ങനെ ആ വഴിയിലായ കാരണം തട്ടി തട്ടിയാണ് അതിൻ്റെ ലീഫ് ഒട്ടുമിക്കതും കേടായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ചേനൻ്റെ കൊല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചേന കൊലക്കുക എന്ന് പറയില്ല, അതാണിത്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തോരനൊക്കെ വെച്ചാൽ പരിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. കൂടുതൽ ടേസ്റ്റുള്ള സംഗതികൾ കേടായിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്മെല്ലും കാര്യങ്ങളുമാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് വാസ്തവം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം. പക്ഷേ കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വല്ല എലിയോ പൂച്ച എന്തെങ്കിലുമൊക്കെ ചത്ത് കിടക്കുകയാണോ എന്നൊക്കെ വിചാരിക്കും. അത്ര സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ കാണാതെ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല് വരും കേട്ടോ. അതെല്ലാം മുറിച്ചെടുത്തിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കുക, ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇതാ പപ്പായ ഒന്ന് പഴുത്ത് കളർ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇറക്കാൻ വേണ്ടിയിട്ട്, നിലത്ത് തട്ടാതെ ഇറക്കാൻ വേണ്ടി ഞാൻ അവനെ പൊക്കി കൊടുത്തിട്ട് അങ്ങനെ പപ്പായ ഇറക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.